ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ മുംബൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര പോവുകയാണ്. എയർ ഇന്ത്യയുടെ എയർബസ് വിമാനത്തിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. എയർ ഇന്ത്യയും വിസ്താരയൊക്കെ ഇപ്പോൾ ഒരു ഒറ്റ കമ്പനി ആയതുകൊണ്ട് വിസ്താരയുടെ ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത്. ഒരു നിരയിൽ 6 സീറ്റുകളാണ് ഉള്ളത്. ഒരു ചെറിയ ഫ്ലൈറ്റ് ആണെങ്കിൽ നല്ല വൃത്തിയായിട്ടുള്ള കംഫർട്ട് കൂടിയ ഒരു ഫ്ലൈറ്റ് തന്നെയായിരുന്നു നമുക്ക് കിട്ടിയത്. ആവശ്യത്തിന് ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ കുറച്ച് അവരുടെ ബുക്ക്ലെറ്റും നമസ്തേ എയർ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് അവരുടെ മാഗസീനൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്തു. ഞാൻ നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റാണ് ചൂസ് ചെയ്തത്. അപ്പോൾ അതിൽ ഉണ്ടായിരുന്നത് ഒരു ചീസ് ഓംലേറ്റ്, പിന്നെ ബണ്ണ്, യോഗട്ട്, അങ്ങനത്തെ എയർ ഇന്ത്യയുടെ സ്ഥിരം കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചീസ് ഓംലേറ്റ് ഇങ്ങനെയാണ് ഇരുന്നത്. കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ചതും കുറച്ച് കോണും ഒക്കെ ആയിരുന്നു ഇതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നത്. തരക്കേടില്ലാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. യോഗട്ടായിരുന്നു ഏറ്റവും ശോകം. നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു യോഗട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കട്ടിയൊക്കെ ഉള്ള ആ ഒരു നമുക്ക് സ്പൂണിലിങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നല്ലോ അല്ലേ. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഒരു യോഗട്ട് നമുക്ക് സ്ട്രോ ആയിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നു. എൻ്റെ സൈഡിലിരുന്ന 1-2 പേരൊക്കെ ഇത് മാറ്റി കുറച്ചുകൂടെ ഫ്രീസായിട്ടുള്ള സംഭവം വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം ഞാനൊരു ചായയും കൂടെ വേണമെന്ന് പറഞ്ഞു. ഈ ബിവറേജസ് ഒക്കെ അവർ എപ്പോഴും നമുക്ക് കൊണ്ടുവന്ന് തരും കേട്ടോ. നമ്മളെപ്പോൾ ചോദിച്ചാലും തരും. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഒരു ചൂട് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഫ്ലൈറ്റിലിരുന്ന് ഒരു 1 മണിക്കൂർ 50 മിനിറ്റാണ് ഒരു ഫ്ലൈറ്റ് ടൈം എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ആ ഒരു ദൃശ്യമൊക്കെ നമ്മുടെ മുന്നിൽ കാണപ്പെട്ടു. ആ ഒരു ഭംഗിയെല്ലാം കണ്ട് കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തു.